ശ്രീലേഖ IPS പോലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുമെന്ന് സൈബർ പോലീസിനൊക്കെ ഇപ്പോൾ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞു. എന്തായിരിക്കും ഇതിന്മേൽ ഉണ്ടാകാവുന്ന ഒരു നടപടി? ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എന്ത് നടപടിയാകും ഒരുപക്ഷെ ഉണ്ടാകും? ഒപ്പം ഈ വഞ്ചിയൂരൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഈ ട്രാൻസ് പേഴ്സണെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മൊത്തത്തിൽ സുഗമമായി തന്നെ തെരഞ്ഞെടുപ്പൊക്കെ മുന്നോട്ട് പോയി എങ്കിൽ കൂടിയും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുകയുണ്ടായി. അതായത് സ്വപ്ന, ഈ ശ്രീലേഖയ്ക്കെതിരെ ഈ പരാതി എന്ന് പറയുന്നത് അത് ഗൗരവത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. ആ പരാതിയുടെ വിശദാംശങ്ങൾ, അതായത് സൈബർ പോലീസിനാണ് ഈ പരാതി അന്വേഷണത്തിനായി നൽകിയിരിക്കുന്നത്. കാരണം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തണം. അത് ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റ് BJP ഹാൻഡിലുകളിൽ നിന്നാണ് ഉണ്ടായത്. ഇതൊക്കെ കൃത്യമായി കണ്ടെത്തേണ്ടത് സൈബർ വിഭാഗമാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണം സൈബർ വിഭാഗത്തിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് നൽകിയതിനു ശേഷം കൃത്യമായ അച്ചടക്ക ലംഘനമാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് തുടർ നടപടികളിലേക്ക് പോകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം BJP നേതാക്കൾ ആരും, സ്ഥാനാർത്ഥി ഉൾപ്പെടെ BJP നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്നാൽ മറ്റൊരു അനിഷ്ട സംഭവം ഈ സമയത്തുണ്ടായത് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വഞ്ചൂർ വാർഡിലാണ് വലിയ രീതിയിലൊരു സംഘർഷമുണ്ടായത്. അത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഒരു സംഘർഷം, അത് നേരിയ സംഘർഷമൊന്നും പറയാൻ സാധ്യമല്ല. കാരണം അത് BJPയുടെ ജില്ലാ നേതാക്കളടക്കം തന്നെ തെരുവിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ട്രാൻസ്ജെൻഡേഴ്സിനെ, വോട്ടർ പട്ടികയിൽ ഇല്ലാതിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ വ്യാപകമായത് 100-ലേറെ കള്ളവോട്ട് വഞ്ചൂരിൽ വാർഡിൽ നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ളവരെ കളത്തിലിറക്കി, വോട്ടർ പട്ടികയില്ലാത്തവരെ കളത്തിലിറക്കി വോട്ട് രേഖപ്പെടുത്തി എന്ന് ആരോപിച്ച് BJP നേതാക്കൾ പ്രതിഷേധവുമായി വന്നു. പിന്നീട് അത് പോലീസിൽ അവർ പരാതി നൽകുന്നു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച ഇരട്ട വോട്ടെന്ന ആരോപണമൊക്കെയാണ് BJP ഉയർത്തുകയും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ സ്ഥിതി വേറെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു. കാരണം പോലീസിന് ഔദ്യോഗികമായി പരാതി കൈമാറി, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ പരാതി കൈമാറിയ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പ്രശ്നങ്ങളുമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുണ്ടായ ഏറ്റവും ഒരു അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതൊഴിച്ചു നിന്നാൽ ഈ 6 മണിവരെയും ഇപ്പോൾ എല്ലായിടത്തും വളരെ സമാധാനപരമായി തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോയിരിക്കുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ്. ഈ 7 ജില്ലകൾ എടുക്കുമ്പോഴും ചെറിയ ചില അനിഷ്ട നീരസങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നത് അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങളോ അക്രമ സംഭവങ്ങളോ ഒന്നും ഉണ്ടാകാതെ തികച്ചും ശാന്തമായി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു പറയുന്നു. എന്നാൽ ഈ ബൂത്തുകളിലെ നീണ്ട നിര, അത് ഏതെങ്കിലും ബൂത്തിൽ ആ രീതിയിലുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ വാക്കുതർക്കമോ അത്തരത്തിലുള്ള അക്രമ സംഭവത്തിലേക്ക് ഒന്നും പോകാതിരിക്കാൻ ഈ നീണ്ട നിര 6 മണിക്ക് ശേഷവും ഉള്ള എല്ലാ ബൂത്തുകളിലും പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായ കാവൽ. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന വാർഡിൽ പോലും 6 മണിക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ ക്യൂ, ഈ സ്ലിപ്പ് കൊടുത്തവരും ടോക്കൺ കൈപ്പറ്റിയവരെ മാത്രമാണ് അകത്ത് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും പോലീസ് പുറത്താക്കി ഗേറ്റൊക്കെ അടച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്.